സ്വീകാര്യതയാണ് നൽകിയിരിക്കുന്നത്. ഇതുപോലുള്ള പ്രഖ്യാപിതമായ സദസ്സുകൾ പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്നു. എന്നാൽ ഓരോ സദസ്സിൻ്റെയും ഭാഗമായുള്ള ഒട്ടേറെ അനുബന്ധ പരിപാടികൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സദസ്സുകളുടെ ഭാഗമായി തന്നെ നടന്നിരിക്കുന്നു. ഇത് നമ്മുടെ നാടിൻ്റെ അഭൂതപൂർവമായ ജനപങ്കാളിത്തത്തിൻ്റെതായ ഒരു കാഴ്ചയാണ്. ഒരു നാടിനു വേണ്ടി, നാടിൻ്റെ ഭാവിക്ക് വേണ്ടി ജനങ്ങൾ എങ്ങനെ ഐക്യത്തോടെ അണിനിരക്കുമെന്നതിൻ്റെ കാഴ്ചയാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടൊന്നാകെ നിന്നുകൊണ്ട് ഈ ഒരു ആവശ്യം, നാടിനെ തകർക്കരുത്, തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇത് രണ്ടും ഒത്തുചേർന്നുകൊണ്ടാണ്. ഒന്നൊരു ആവശ്യമാണ്, മറ്റത് ജനങ്ങളുടെ ദൃഢനിശ്ചയത്തോടെയുള്ള പ്രഖ്യാപനമാണ്. ഇത് രണ്ടും ഈ പരിപാടിയുടെ ഭാഗമായി കാണാൻ നമുക്ക് സാധിക്കും. നവംബർ 18-നാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഇപ്പോൾ 32ാമത്തെ ദിവസത്തിലാണ് നാം നിൽക്കുന്നത്. ഈ പരിപാടി എന്തിനാണ് UDF ബഹിഷ്കരിച്ചത് എന്നത് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യമാണ്. അവരുടെ നേതാക്കന്മാരുടെ നിലപാടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമ്മുടെ നാട് ഒന്നടങ്കം ഒരു ഭേദചിന്തയുമില്ലാതെ ഇതിനായി അണിനിരക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചിരുന്നത്. അതിന് സഹായകമാകും വിധമുള്ള പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായി പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇന്നീ സദസ്സിൽ ഇവിടുത്തെ MLA അധ്യക്ഷത വഹിക്കുന്നു. ഓരോ മണ്ഡലത്തിലും സംഘാടക സമിതിയുടെ പ്രധാന ചുമതല MLA വഹിക്കുക. സദസ്സിൽ MLA അധ്യക്ഷത വഹിക്കുക. ഇതാണ് സർക്കാർ കണ്ടത്. അങ്ങനെ വന്നാൽ 41 മണ്ഡലങ്ങളിൽ UDF MLA-മാരാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ നാടാകെ ഒന്നിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ നാടിൻ്റെ ഭാവിക്ക് വേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ് ഉണ്ടാവുന്നത്. അതാണ് തീർത്തും അപക്വമായ UDF ലീഡർഷിപ്പിൻ്റെ നിലപാട് കാരണം ഇല്ലാതെ പോയത്. പക്ഷേ ഇത്തരമൊരു പ്രഖ്യാപനം, ബഹിഷ്കരണത്തിൻ്റെതായ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് നടത്തുകയും കോൺഗ്രസും UDF-ഉം അംഗീകരിക്കുകയും ചെയ്തെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത്തരമൊരു ആഹ്വാനം ചെവിക്കൊണ്ടതേയില്ല.
അതാണ് ഈ പരിപാടിയുടെ വിജയം കാണിക്കുന്നത്. നമ്മൾ ഒരുപാട് കൂട്ടായ്മകൾ കണ്ടവരാണ്. ചവറയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. പക്ഷേ കേരളത്തിൻ്റെ അനുഭവം, നവകേരള സദസ്സിൻ്റെ അനുഭവം ഓരോ പ്രദേശത്തും അതുവരെ ഉണ്ടായ എല്ലാ കൂട്ടായ്മകളെയും കവച്ചു വെക്കുന്ന ജനസഞ്ചയം നവകേരള സദസ്സിനായി ഒഴുകിയെത്തുന്നു എന്നതാണ്. പതിനായിരങ്ങൾ ഇതിൻ്റെ ഭാഗമായി അണിചേരുന്നു. അതാണ് ചവറയിലെയും വൻ ജനാവലി സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് നാടിൻ്റെ വികാരപ്രകടനമാണ്. അതോടൊപ്പം ഏതെങ്കിലും കൂട്ടർ നാടിനെതിരായി സമീപനം സ്വീകരിച്ചാൽ ആ സമീപനത്തോടൊപ്പം തങ്ങളില്ല എന്ന നാടിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് ഈ കൂടിച്ചേരൽ. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ നാടിന് കൂടുതൽ നല്ല രീതിയിൽ പ്രതിസന്ധികൾ അതിജീവിക്കാനുള്ള കരുത്ത് നേടാൻ കഴിയും എന്നാണ് കാണേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ രീതിയിൽ UDFന്റെ ആഹ്വാനം തള്ളി നവകേരള സദസ്സിന്റെ ഭാഗമായി അണിനിരക്കാൻ തയ്യാറാകുന്നത്? നമ്മുടെ നാടിന്റെ അനുഭവം തന്നെയാണ് അതിൽ പ്രധാനം. കോൺഗ്രസ് തുടർച്ചയായി നാട്ടിനെതിരായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നാടിന്റെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്നു. നാടിന് ഗുണം വരത്തക്ക രീതിയിലുള്ള പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്യുമ്പോൾ അതിനെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നു. നാട് പ്രതിസന്ധി നേരിടുമ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ഒന്നും ചെയ്യാതിരിക്കുക, വലിയ അവഗണനയും വിവേചനവും നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുക. ആ ഘട്ടത്തിലെല്ലാം കേരളത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇതേവരെ കാണാൻ കഴിഞ്ഞത്. നാടിനു വേണ്ടി ശബ്ദമുയരുന്നില്ല. ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് 20 പാർലമെന്റ് അംഗങ്ങളാണ്. അതില് 18 പേര് UDFകാരാണ്. ഈ UDF പാർലമെന്റ് അംഗങ്ങള് എണ്ണം വർദ്ധിച്ചതുകൊണ്ട് കേരളത്തിന് ഗുണമോ ദോഷമോ ഉണ്ടായത്, അതും ഈ ഘട്ടത്തിൽ പരിശോധിച്ചു പോകുന്നത് നല്ലതാണ്. എണ്ണം വർദ്ധിച്ചതുകൊണ്ട് കേരളത്തിന്റെ ശബ്ദം ഉയരേണ്ട ഘട്ടത്തിൽ ലോക്സഭയിൽ ഉയർന്നില്ല എന്നതാണ് കാണാൻ കഴിയുക. നമ്മുടെ നാടിന് നേരെ കടുത്ത വിവേചന നടപടികൾ സ്വീകരിക്കുമ്പോൾ ഒരു ഘട്ടത്തിലും ഇവരുടെ ശബ്ദം ഉയർന്നില്ല. 20-ൽ 18 പേര് UDF ആയതുകൊണ്ട് അവർ ശബ്ദിക്കാതിരിക്കുമ്പോൾ കേരളത്തിന്റെ ശബ്ദം തന്നെ മങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായി. വേണ്ടത്ര ഉയരാത്ത അവസ്ഥയുണ്ടായി.
തുടർച്ചയായി അവഗണനയാണ്. ആ ഘട്ടത്തിലൊന്നും കേരളത്തിനു വേണ്ടി ഈ 18 ഏതെങ്കിലും ഒരാളുടെ ശബ്ദം ഉയർന്നില്ല. അവര് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത് ഇപ്പോൾ മാത്രമല്ല, നേരത്തെ മുതൽ കോൺഗ്രസ് ഈ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത്. നമ്മുടെ നാട് മഹാപ്രളയം നേരിട്ടല്ലോ ഒരു ഘട്ടത്തിൽ. ആ 2018 നാട് തകർന്നടിഞ്ഞു പോവുകയാണ്. സാധാരണഗതിയിൽ നമുക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കേണ്ട ഘട്ടമാണ്. പ്രത്യേക സഹായം ഒന്നും തന്നില്ല. നാടിന് എന്തുകൊണ്ട് പ്രത്യേക സഹായം തരുന്നില്ല എന്ന് UDF എന്ന് ചോദിച്ചില്ല. മാത്രമല്ല, നമുക്ക് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന നിലയുണ്ടായി. അത് ശരിയല്ല. കേരളത്തിന് അർഹമായി നൽകണം എന്ന് UDF പറഞ്ഞില്ല. നമ്മെ സഹായിക്കാൻ മറ്റ് രാഷ്ട്രങ്ങൾ തയ്യാറായി. കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചില്ല. അത് തെറ്റായ നടപടിയായി. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ കോൺഗ്രസോ UDF തയ്യാറായില്ല. നമുക്ക് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾ അവർ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്ന് സഹായം കേരളത്തിന് നൽകാൻ തയ്യാറായി. അതിനെ സഹായിക്കാൻ, സ്വീകരിക്കാൻ മന്ത്രിമാരവിടെ എത്തണം. ഏതെങ്കിലും ഒരു മന്ത്രിയെങ്കിലും എത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. നമ്മളതിന് നടപടിയെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചു. തെറ്റായ നടപടിയായി എന്ന് പറയാൻ കോൺഗ്രസോ UDF തയ്യാറായില്ല. ഇതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. ഒരു പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ പോലും ആ പ്രതിസന്ധിയിൽ ഇടപെട്ട് സഹായിക്കുകയല്ല, ദ്രോഹിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറാകാത്ത കോൺഗ്രസ്, UDF. ഇത് എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണല്ലോ. വേറൊരു ഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ലോകം കോവിഡ് മഹാമാരി നേരിട്ടു. ഇന്ത്യയിലും വ്യാപകമായി വലിയ സാമ്പത്തിക വിഷമം വിവിധ സംസ്ഥാനങ്ങളിൽ. ചില സംസ്ഥാനങ്ങൾക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി കൊടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ആ തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടായില്ല. പക്ഷെ നമുക്കും സാമ്പത്തിക വിഷമമുണ്ടായി. നമ്മൾ ആ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മുന്നിൽ ഒരു അഭ്യർത്ഥന വെച്ചു. നിങ്ങൾ ഒരു മാസത്തെ ശമ്പളം വായ്പയായി നൽകണം. ഒരു മാസം ഒന്നിച്ച് നൽകാൻ വിഷമമുണ്ടെങ്കിൽ ഗഡുക്കളായി തന്നാൽ മതി. ജീവനക്കാർക്കെല്ലാം സ്വീകാര്യമായ നിർദ്ദേശം. അപ്പോഴതാ കോൺഗ്രസിന്റെ UDFന്റെ പ്രഖ്യാപനം വരുന്നു. കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ സഹകരിക്കില്ല. സാലറി ചാലഞ്ച് ഞങ്ങൾ അംഗീകരിക്കില്ല. മാത്രമല്ല, കോടതിയിലും പോയി. അപ്പോ നാടിനോടൊപ്പമല്ല. നാട് പ്രതിസന്ധി നേരിടുമ്പോൾ
ആ പ്രതിസന്ധി പരിഹരിക്കണമെന്നല്ല, അത് തുടരണം. തുടർന്നാലോ കേരളത്തിന്റെ സ്വാഭാവികമായ വളർച്ചയില്ലാതാകും. കേരളം പുറകോട്ടടിക്കട്ടെ, ഈ ഒരു ചിന്തയാണ് കോൺഗ്രസിനെ എല്ലാ കാലത്തും ബാധിച്ചത്. മാത്രമല്ല, കേരളത്തിൽ 2016 ശേഷം നാം നാടിന്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി നടപ്പാക്കിയ ഒട്ടേറെ പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം ഇപ്പൊ വേണ്ട എന്ന സമീപനമായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. നാട് മുന്നോട്ടു പോകേണ്ട, നാട് അഭിവൃദ്ധിപ്പെടേണ്ട ഈയൊരു ചിന്ത, അതാണ് എല്ലാ കാലത്തും കോൺഗ്രസിനെ നയിച്ചത്. ആ ചിന്തയാണ് നാട്ടിൽ നടന്നിരുന്നെങ്കിൽ, ഇപ്പൊ വേണ്ട എന്ന നിലപാടാണ് നടപ്പായിരുന്നെങ്കിൽ, നമ്മുടെ കേരളം 2016 നിന്നും വളരെ പുറകോട്ട് പോകുമായിരുന്നു. അത് പല മേഖലകളുടെയും തകർച്ചയ്ക്ക് വഴിവെക്കുമായിരുന്നു. പല ജനവിഭാഗങ്ങൾ വല്ലാത്ത ദുരിതത്തിലാകുമായിരുന്നു. എന്നാൽ നാടിന്റെ പുരോഗതിക്കാവശ്യമായ നടപടികൾ ജനപിന്തുണയോടെ സർക്കാർ ഇവിടെ സ്വീകരിച്ചു. സർക്കാർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും അകമഴിഞ്ഞ പിന്തുണ ജനങ്ങൾ നൽകുകയും ചെയ്തു. അതിന്റെ ഫലം കാണാനുണ്ട്. അത് നമ്മുടെ നാട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടു എന്നതാണ്. അതിന്റെ ഭാഗമായി നാടിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വലിയ തോതിൽ വളർന്നതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ 8% വളർച്ചാ നിരക്ക് 2016 ശേഷം ആഭ്യന്തര വളർച്ചാ നിരക്ക് കേരളത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിന്റെ തനതു വരുമാനം ഭീമമായ വർധനവ് 2016 ശേഷം ഇപ്പോഴത്തെ സ്ഥിതി എടുത്താൽ 41% വർധനവാണ് തനത് വരുമാനത്തിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നാടിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം നേരത്തെ അത് 5 ലക്ഷത്തിൽ പരം കോടിയായിരുന്നു, 5 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതായിരുന്നു. ഇപ്പോ അത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയുടേതായി വർദ്ധിച്ചിരിക്കുന്നു. മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ വലിയ വർധനവ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രതിശീർഷ വരുമാനം, രാജ്യത്തെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളവും ഇടം നേടിയിരിക്കുന്നത്. വലിയ വർധനവ് നേടാൻ നമുക്ക് കഴിഞ്ഞു. 2016 1,48,000 രൂപയായിരുന്നു പ്രതിശീർഷ വരുമാനം. ഇപ്പോഴത് 2,28,000 രൂപയാണ്. ഇതാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ കണക്കുകൾ കാണിക്കുന്നത് ഇത്തരമൊരു സാമ്പത്തിക നില ആർജിക്കാൻ കഴിഞ്ഞ സംസ്ഥാനത്തിന് യാതൊരു സാമ്പത്തിക പ്രയാസവും ഉണ്ടാകേണ്ടതില്ല. ഭംഗിയായി ഇവിടെ ധനകാര്യ മാനേജ്മെന്റ് നടക്കുന്നു. അതിന്റെ ഭാഗമായി സാമ്പത്തിക രംഗം
നല്ല രീതിയിൽ നിലനിൽക്കേണ്ട ഒരു നാടാണ് കേരളം. പക്ഷേ അതല്ല നമ്മുടെ അനുഭവം. നമ്മുടെ നാട് കടുത്ത സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നു. ഇത്രയെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനം എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത്? അപ്പൊ നാടിന്റെ മൊത്തം വരുമാനം നമ്മൾ ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതൊരു ഭാഗമാണ്. മറ്റ് രണ്ട് ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു നൽകേണ്ട സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതമാണ്. ആ വിഹിതത്തിൽ ഒന്ന് നികുതി വരുമാനമാണ്. നികുതി വരുമാനം കേന്ദ്രത്തിന്റെ കയ്യിലാണ്. അവരെ സംസ്ഥാനങ്ങൾക്കത് വിധിച്ചു നൽകണം. സംസ്ഥാനങ്ങൾക്ക് വിധിക്കുന്നത് ഇഷ്ടാനിഷ്ടമനുസരിച്ചാകരുത്. കൃത്യമായ മാനദണ്ഡം വേണം, സുതാര്യത വേണം. എത്ര തുക കേന്ദ്രത്തിന്റെ കയ്യിൽ, സംസ്ഥാനത്തിനുള്ള അർഹത എന്ത്, അത് കൃത്യമായി നൽകണം. ഇവിടെ അർഹതയുള്ളത് കേരളത്തിൽ ലഭിക്കുന്നില്ല. അതാണ് നമ്മുടെ നാടിനുള്ള ദുരവസ്ഥ. എന്നാൽ മറ്റു ചിലയിടത്ത് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോ കേരളത്തിന്റെ കയ്യിൽ കിട്ടേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. ഇത് തന്നെയാണ് റവന്യൂ കമ്മി ഗ്രാന്റിന്റെ കാര്യത്തിൽ നടക്കുന്നത്. റവന്യൂ കമ്മി ഗ്രാന്റ് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിലും കേന്ദ്ര സർക്കാരിന്റെ കൈകടത്തലുകൾ വരുന്നു. നമുക്ക് അർഹതപ്പെട്ടത്, നേരത്തെ ലഭിച്ചിരുന്നത് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. വല്ലാത്ത സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് നാട്ടിനെ നയിക്കാൻ ഉതകുന്ന കുറവാണ് ഈ രംഗത്ത് വരുത്തുന്നത്. ഇതിലും ഇഷ്ടക്കാർക്ക് വാരിക്കോരി കൊടുക്കും, ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നക്കാപ്പിച്ച കൊടുക്കും പോലെ എന്തെങ്കിലും കൊടുക്കുന്ന അവസ്ഥ. ഇത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാതെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. ഇതോടൊപ്പം കേന്ദ്രവും കേരളവും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് സംസ്ഥാനം ആദ്യം ചെലവിടുകയാണ്. ആ പണം കേന്ദ്രവിഹിതം പിന്നീട് സംസ്ഥാനത്തിന് നൽകണം. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ആ വിഹിതം നൽകുന്നില്ല, അത് കുടിശ്ശികയാക്കി നിർത്തുന്നു. എത്രയാ കുടിശ്ശിക? കേരളത്തിന് ഇപ്പോ നൽകാനുള്ളത് 5000 കോടിയിൽ പരം രൂപ. അത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിൽ നിൽക്കുകയാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണം ചെലവിട്ടതാണ് ഇതിലേറിയ കൂറും. ആ ചെലവിട്ട പണമാണ് നമുക്ക് കിട്ടാതിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോ കേരളത്തിന്റെ കയ്യിലുണ്ടാകേണ്ട പണമാണല്ലോ പല ആവശ്യങ്ങൾക്കായി ചെലവഴിക്കേണ്ടത്. ആ ചെലവഴിക്കുന്നതിനുള്ള പണം കേരളത്തിന്റെ കയ്യിൽ ഇല്ലാതാവട്ടെ, ആ ദുരുദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ ഒരു ഭാഗം വായ്പയിലൂടെ എടുക്കേണ്ടതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തീരുമാനിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നുണ്ട്. ആ ഭരണഘടന നൽകുന്ന അവകാശത്തിന്റെ ഭാഗമായാണ് നാം നമ്മുടെ നിയമസഭ ഒരു നിയമം പാസാക്കിയത്. അത് കേരളത്തിന്റെ വായ്പയെടുക്കൽ ശേഷിയെ കുറിച്ചായിരുന്നു. അത് നാം പാസാക്കിയെങ്കിലും നടപ്പാക്കുന്നതിന്
കേന്ദ്രം തടസ്സം നിൽക്കുകയാണ്. തീർത്തും ഭരണഘടനാ വിരുദ്ധമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. നമ്മുടെ നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തും വിധമാണ് ഇടപെട്ടിരിക്കുന്നത്. ഇതിന്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വായ്പ, ആ പണം, അത്രയും പണം കയ്യിൽ ലഭിക്കാത്ത അവസ്ഥയാണ് വരിക. വായ്പ എടുക്കുന്നത് ഖജനാവിൽ സൂക്ഷിക്കാനല്ല, വായ്പ എടുക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അനാവശ്യ ചെലവുകൾക്കല്ല, നമ്മുടെ നാടിന്റെ ഭാവി പദ്ധതികൾക്കാണ്. അതിന് പണം ചെലവിട്ടാൽ ആ പദ്ധതി തന്നെ അതിന് തിരിച്ചടവിനുള്ള വരുമാനമുണ്ടാക്കും. അതുവഴിയാണ് തിരിച്ചടവ് നടത്തുക. ഇതെല്ലാം കൃത്യമായി നടത്തിപ്പോകുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ നാടിനെ മുന്നോട്ട് നയിക്കാൻ വിടില്ല. ഇതാണ് മനോഭാവം. ഇതിലും ഒരു ഭാഗമേ ആകുന്നുള്ളൂ. ഈ കടപരിധി, ആ പരിധിയിലുള്ള തുകയും എടുക്കാൻ കേരളത്തെ വിടുന്നില്ല. അതിൽ കൂടുതൽ വ്യവസ്ഥ കൊണ്ടുവരുന്നു. അതിൽ പറയാണ്, കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കും. എന്താ ഉദ്ദേശം? കിഫ്ബി വഴിയാണ് ബജറ്റിന് പുറത്തുള്ള നമ്മുടെ വിവിധ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള പണം നാം കണ്ടെത്തിയത്. ഈ 7.5 വർഷത്തെ അനുഭവമെടുത്താൽ 83,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്നത്. അപ്പോ അതിനെ ഇല്ലാതാക്കുക, ചുരുക്കത്തിൽ കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. എങ്ങനെ മുന്നോട്ട് പോകും എന്നത് കാണട്ടെ എന്ന ഒരു വെല്ലുവിളി രീതി. ഇതൊരു ഭാഗം. കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1,600 രൂപയാണ് നാം കൊടുക്കുന്നത്. 62 ലക്ഷം പേർക്ക് ആ പെൻഷൻ നൽകുന്നു. എന്തിനാണ് ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത്? എന്തിനാണ് ഇത്ര വലിയ തുക പെൻഷനായി നൽകുന്നത്? ആ ചോദ്യം കേന്ദ്ര ധനമന്ത്രിയിൽ നിന്ന് ഉണ്ടായതാണ്. അവർക്കതിനോട് യോജിപ്പില്ല. പക്ഷേ നമുക്ക് അവരുടെ നയമല്ല. അവരുടെ നയം പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കലും ധനികരെ അതിസമ്പന്നരാക്കലുമാണ്. ആ നയത്തോട് നമുക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ നാം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് 2025 നവംബർ 1 ആകുമ്പോൾ കേരളത്തിലെ അതിദരിദ്രർ എന്ന ഒരു വിഭാഗമേ ഉണ്ടാകില്ല. ഇപ്പോഴുള്ള 0.7% ഒരാൾ പോലും 2025 നവംബർ 1 അതിദരിദ്ര വിഭാഗത്തിൽ അവശേഷിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കേരള സർക്കാരിന് കഴിയുന്നത്. ഇതൊക്കെ തകർക്കണം, ഇതിനെയെല്ലാം തടയണം. അതിന് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുക. അതിനാണ് ഇത്തരം നടപടികൾ. ഇത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളാകെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇത് UDF ബഹിഷ്കരിച്ചു, കോൺഗ്രസ് ബഹിഷ്കരിച്ചു. കേന്ദ്രത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ കേരള വിരുദ്ധ മനസ്സുണ്ട്. ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം കോൺഗ്രസിന്റെയും മനസ്സ് ചേരുന്നു. കോൺഗ്രസിനും കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. അതാണ്
ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ യോജിക്കാൻ അവർ തയ്യാറാകാത്തത്. ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിച്ചു, പക്ഷേ അവര് അതിന് സന്നദ്ധരല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നാടിന്റെ വികാരം നോക്കണം. നാട് ഒരേ സ്വരത്തിലാണ് ഇവിടെ നാടിനെ തകർക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനത്തോടെ അണിചേരുന്നത്. ആ 10,000 സംസ്ഥാന സർക്കാരിന് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്താണത്. അത് മതി. അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.